പ്ലസ് ടു ഫിസിക്സ് റിവിഷൻ്റെ 8ാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളും ഇലക്ട്രിസിറ്റിയെയും മാഗ്നറ്റിസത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പഠിച്ചത്. എന്തൊക്കെയായിരുന്നു അത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതുപോലെ ആൾട്ടർനേറ്റിംഗ് കറൻറ്റ്സ്. അപ്പോൾ അതിന് തുടർച്ചയായിട്ട് വരുന്ന മറ്റൊരു ചാപ്റ്ററാണ് നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. നമ്മൾ ആദ്യം പറഞ്ഞു ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ വേവുകളെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തായിട്ട് ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചിരുന്നു. ഒന്ന് മെക്കാനിക്കൽ വേവ്, മറ്റൊന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. നമുക്കറിയാം വേവിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത്തരം വേവുകളെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? മെക്കാനിക്കൽ വേവ്. എന്നാൽ മീഡിയത്തിൻ്റെ സഹായമില്ലാതെ വാക്വത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന തരത്തിലുള്ള വേവുകളെ നമ്മൾ വിളിച്ചതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതാണ് വേവിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? മെക്കാനിക്കൽ വേവും അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്ക് എക്സാമ്പിൾ നമുക്കറിയാം. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം മുമ്പേ പഠിച്ചിട്ടുള്ളതെന്നാണ്, അല്ലേ? പലതരത്തിലുള്ള വേവുകളുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണെന്ന് നമുക്കറിയാം. അൾട്രാ വയലറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ്, അല്ലേ? ഗാമ, അതുപോലെ റേഡിയോ വേവ്സ്, ഇങ്ങനെ നിരവധി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകൾ നമുക്കറിയാം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് പഠിച്ചതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിലെ 1-2 ഏരിയ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്, അല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ച ഒരു പുതിയ ടേം ആയിരുന്നു എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അതുപോലെ നാച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ 2 ടോപ്പിക്ക് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ ആൻസർ കൊടുക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു എ വേവ് വിച്ച് ഡസ് നോട്ട് റിക്വയർ എ മെറ്റീരിയൽ മീഡിയം ടു പ്രൊപ്പഗേറ്റ്, അല്ലേ? പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മെറ്റീരിയൽ മീഡിയത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ അത്തരം വേവുകളെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വാരിയിങ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ആയിക്കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാം. ഇറ്റ്സ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ് ബൈ ദ വാരിയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കറിയാം വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, തിരിച്ച് വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡും ജനറേറ്റ് ചെയ്യും. ഇങ്ങനെ പരസ്പരം സോഴ്സുകളായിട്ട് അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ലൈറ്റ് ഇപ്പോൾ സണ്ണിൽ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ അത് വാക്വത്തിലൂടെയാണ് വരുന്നത്, പക്ഷെ അത് മെറ്റീരിയൽ മീഡിയത്തിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഇവിടെ എത്തുന്നു. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ മെറ്റീരിയൽ മീഡിയത്തിൻ്റെ സഹായമില്ലാതെ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വാരിയേഷൻ വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവുകളെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് നമ്മൾ പഠിച്ചു വെക്കുക. നേരത്തെ പറഞ്ഞ പോലെ 2 തരത്തിലുള്ള ആൻസറുകൾ ഓർത്തു വെക്കുക. വേവ് വിച്ച് ഡസ് നോട്ട് റിക്വയർസ് എനി മെറ്റീരിയൽ മീഡിയം ഇസ് നോൺ ആസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ബൈ ദ വാരിയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് is known as electromagnetic wave. ഈ തരത്തിലുള്ള ഒരു ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു വെക്കുക. അതിന് നാച്ചുറൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട്, അല്ലേ? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതിൽ നമുക്കറിയാം പലപ്പോഴും നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യാറ്, നമ്മളൊരു കപ്പാസിറ്ററിലേക്ക് ഒരു AC സോഴ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കപ്പാസിറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. കപ്പാസിറ്റർ പ്രത്യേകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കപ്പാസിറ്റർ കണ്ടക്ട്സ് AC ബട്ട് ബ്ലോക്സ് DC. ഈ കപ്പാസിറ്ററിലേക്ക് ഒരു DC ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് ചാർജ് ചെയ്യപ്പെടുക ചെയ്യുക, ഒരിക്കലും കപ്പാസിറ്ററിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യില്ല. എന്നാൽ AC കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു കറണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും പാർട്ട് വയറാണ്, വയറിലൂടെ നമുക്കറിയാം ഒരു കറണ്ട് ഉണ്ടാവും, ഒരു ബൈ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രോൺസ്, അല്ലേ? ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ വഴി അവിടെ ഒരു കറണ്ട് ഉണ്ടാവും. എന്നാൽ കപ്പാസിറ്ററുകളുടെ പ്ലേറ്റുകൾക്കിടയിൽ എന്താണ്? എയർ ആണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഡൈലക്ട്രിക് മീഡിയമാണ് വെക്കാറ്. അപ്പോൾ ഒരു ഇൻസുലേറ്റർ ആണെന്ന് അർത്ഥം. അപ്പോൾ ഇൻസുലേറ്ററിൽ സാധാരണ രീതിയിൽ കറണ്ട് ഫ്ലോ ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവാതെ കറണ്ട് ഫ്ലോ ചെയ്യാൻ ഒരു സാധ്യതയുമില്ല. ഇങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ ആ ഡൈലക്ട്രിക് മീഡിയത്തിനുള്ളിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാണ്. അത്തരം കറണ്ടുകളെ നമ്മൾ വിളിച്ച പേരാണെന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടുണ്ടായി എന്ന് നമ്മൾ സ്റ്റഡി ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? നമുക്കറിയാം ഈ കപ്പാസിറ്റർ AC-യുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊളാരിറ്റി മാറിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? പ്ലസും മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്.
നമുക്കറിയാം കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ ഒരു ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഫീൽഡിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, E=σ/ε0. ഇത് തന്നെ വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് കണ്ടിന്യൂസ്ലി വാരിയിങ് ആണ്. നമ്മൾ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ കുറിച്ച് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കപ്പാസിറ്ററിൻ്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മാക്സിമത്തിലേക്ക് എത്തും, ദെൻ മിനിമം, ദെൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അത് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് മാക്സിമത്തിലേക്ക് എത്തും, 0, ഇത്തരത്തിൽ ചേഞ്ച് ചെയ്യും. ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാരിയേഷൻ കൊണ്ട് ആണ് അവിടെ കറണ്ട് ഉണ്ടാകുന്നത്. നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നു. അത്തരം കറണ്ടിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഓക്കെ, അപ്പോൾ കറണ്ട് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കറണ്ട് ഉണ്ട്. ഒന്ന് കണ്ടക്ഷൻ കറണ്ട് ഉണ്ട്, ദാറ്റ് മീൻസ് ത്രൂ ദ കണ്ടക്ടറിലൂടെ പോകുന്നത് നമുക്ക് ഇലക്ട്രോണിൻ്റെ കണ്ടക്ഷൻ കൊണ്ടാണെന്ന് പറയാം, അതിനെ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറയാം. ദെൻ മറ്റൊന്ന് വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അത്തരം കറണ്ടിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പം അത് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്നുള്ളത്. അപ്പോൾ ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ആൻസർ നമുക്ക് പഠിച്ചു വെക്കാം. ദ കറണ്ട് ഡ്യൂ ടു വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ്. സിംപ്ലി നമുക്ക് അങ്ങനെ പറയാം, വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഉണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില സ്റ്റഡികളും അതിൻ്റെ റിസൾട്ടുമാണ് നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഒന്നെന്താണ്, മാക്സ്വെൽസ് കറക്ഷൻ ടു ആംബിയർ സർക്യൂട്ടല്ലോ. നമ്മൾ ആംബിയർ സർക്യൂട്ടല്ലോ പഠിച്ചിരുന്നു. എന്തായിരുന്നു, ഇൻ്റഗ്രൽ B.dl = μ0I. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം ആ കണ്ടക്ഷൻ കറണ്ട് ആയിരുന്നു I. അപ്പോൾ കണ്ടക്ഷൻ കറണ്ട് മാത്രമല്ല അല്ലേ, അവിടെ എന്തുകൂടിയുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കൂടിയുണ്ട് എന്നുള്ളൊരു അഡീഷനാണ് ആര് കൊണ്ടുപോകുന്നത്, മാക്സ്വെൽ. ഇപ്പോൾ ആംബിയർ സർക്യൂട്ട് ലോയിൽ ഒരു അഡീഷൻ കൊണ്ടുവരികയാണ് മാക്സ്വെല്ലിൻ്റെ സ്റ്റഡിയിലൂടെ നടന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ദ ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൽ ടു കണ്ടക്ഷൻ കറണ്ട് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്നുള്ള പുതിയൊരു രീതിയിലേക്ക് അത് മാറി. അപ്പം ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് കണ്ടക്ഷൻ കറണ്ട് ഉണ്ടാവാം, കൂടെ എന്തുണ്ടാവാം, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്, ഈ ഫീൽഡിൻ്റെ വാരിയേഷൻ കൊണ്ടുള്ള കറണ്ടും ഒരു സർക്യൂട്ടിൽ സംഭവിക്കാമെന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ I = എന്ത് എഴുതാം, IC + ID. അപ്പോൾ അതിൽ ചില എക്സ്പെരിമെൻ്റൽ റിസൾട്ടിലൂടെ നമുക്ക് കിട്ടിയ റിസൾട്ടുകളാണ് IC + ID പകരം നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ക്വാണ്ടിറ്റി എന്തായിരുന്നു, ε0 × dφ/dt അല്ലേ. അപ്പം ε0 നമുക്കറിയാം ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ്, എയർ ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ ε0 കൊടുത്തത്. എയർ അല്ലെങ്കിൽ കൂടെ ε0r കൂടി വരും നമുക്കറിയാം. ദെൻ അതുപോലെ ഇവിടെ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ് അല്ലേ, ഇലക്ട്രിക് ഫ്ലക്സ് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഫൈക്ക് സഫിക്സ് ആയിട്ട് E കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്, അപ്പോൾ ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സും അതുപോലെ ε0 കൂടിയുടെ പ്രൊഡക്റ്റ് ആയിട്ടാണ് എന്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇതിൽ നിന്ന് ഈ ഭാഗം എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനെ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്, ID = എന്താണ്, ε0 × dφ/dt. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്താണെന്ന് ചോദിക്കാം. ഒന്നെങ്കിൽ ഡെഫിനിഷൻ എഴുതുക അല്ലെങ്കിൽ ഇക്വേഷൻ എഴുതുക. അതാണ് ദ കറണ്ട് ഡ്യൂ ടു ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള ഒരു ആൻസർ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതിയാലും മതി. ID = എന്താണ്, ε0 × dφ/dt. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ അവിടെ ഫ്ലക്സിൽ ചേഞ്ച് ഇല്ലെങ്കിൽ, ഇലക്ട്രിക് ഫ്ലക്സിൽ ചേഞ്ച് ഇല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് 0 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ DC സോഴ്സാണ് കൊടുത്തതെങ്കിൽ കപ്പാസിറ്ററിൻ്റെ ഒരു പ്ലേറ്റ് പ്ലസ് ഒരു പ്ലേറ്റ് എന്താണ്, -1. അപ്പോൾ അവിടെ ഫീൽഡ് ഉണ്ട്, പക്ഷേ ആ ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ dφ/dt 0 ആണ്. ദെൻ ID എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് 0 ആണ്. അതുകൊണ്ടാണ് DC കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്ററിലൂടെ എന്ത് ഫ്ലോ ചെയ്യാത്തത്, കറണ്ട് ഫ്ലോ ചെയ്യാത്തത്. അപ്പോൾ ടോട്ടൽ സർക്യൂട്ടിലെ കറണ്ട് എന്തായിരിക്കും, 0, കാരണം സർക്യൂട്ട് ബ്രേക്ക് ആണ്. എന്നാൽ AC കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിനിടയിലുള്ള ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നു. ഫീൽഡ് ചേഞ്ച് ചെയ്യുക വഴി അവിടെ നിന്നുണ്ടാകുന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആവുകയും അതിലൂടെ ഒരു ടോട്ടൽ കറണ്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2-3 കൺക്ലൂഷനിൽ നിന്ന് മനസ്സിലാക്കുക. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്, എന്താ നമ്മൾ പഠിച്ചത്, ദ കറണ്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ദെൻ അതിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ID = എന്താണ്, ε0 × dφ/dt. ഫൈ എന്താണ്, ഇലക്ട്രിക് ഫ്ലക്സ് ആണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് dφE/dt എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ മാക്സ്വെൽ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ആണെന്ത്, ദ ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൽ ടു ദ കണ്ടക്ഷൻ കറണ്ട് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കണം. ഇനി അങ്ങനെയാണെങ്കിൽ നോക്കൂ, ആംബിയർ സർക്യൂട്ട് ലോയിൽ ഒരു ചേഞ്ച് വന്നു അല്ലേ. നോർമലി നമ്മൾ പറഞ്ഞു ആംബിയർ സർക്യൂട്ടിൽ എന്തായിരുന്നു, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B.dl = μ0I ആയിരുന്നു അല്ലേ.
ആ μ0I എന്ന് പറഞ്ഞാൽ നമുക്ക് IC എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, അതായത് കണ്ടക്ഷൻ കറണ്ട്. അപ്പം മാക്സ്വെൽ അതിൽ ആഡ് ചെയ്തത് ഒരു ക്വാണ്ടിറ്റി എന്താണ്, അവിടെ അഡീഷണൽ ആയിട്ട് എന്തുകൂടി വരുന്നുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഒരു ക്വാണ്ടിറ്റി കൂടി വരുന്നുണ്ട്. അപ്പം μ0I പോലെ അവിടെ എന്ത് വരുന്നുണ്ട്, μ0ID വരുന്നുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഇൻറ്റു μ0 കൂടി വരുന്നുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ μ0 എന്ത് എഴുതാം, d∅/dt. രണ്ടിൽ നിന്നും μ0 നമുക്ക് പുറത്തെടുത്തു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl ഈക്വൽ ടു μ0I എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാന്ന് പറയുന്നത്, μ0IC പ്ലസ് ε0 d∅/dt. അതാണ് ആംപിയർ സർക്യൂട്ട് ലോയെ മാക്സ്വെൽ മോഡിഫൈ ചെയ്തതിന് ശേഷം കിട്ടിയ ഇക്വേഷൻ. അതാണ് ഇപ്പം ഫൈനൽ ഇക്വേഷൻ ആയിട്ട് നമ്മളിപ്പം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറ്. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണെന്നും അതുവഴി മാക്സ്വെൽ ആംപിയർ സർക്യൂട്ട് ലോയിൽ നടത്തിയ മോഡിഫിക്കേഷൻ എന്താണെന്നുള്ള ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അങ്ങനെ മാക്സ്വെലിന്റെ 4 ഇക്വേഷൻസ് ആണ് നമ്മൾ അതുമായി റിലേറ്റ് ചെയ്ത് അവസാനമായിട്ട് പഠിച്ചിരുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന്, ക്ലോസ്ഡ് ഇന്റഗ്രൽ E.ds ഈക്വൽ ടു Q/ε0. നമുക്കറിയാം ഗോസ് ലോയുടെ ഇക്വേഷൻ ആണ്. ഗോസ് ലോ ഇൻ ഇലക്ട്രിസിറ്റി ആണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ക്ലോസ്ഡ് ഇന്റഗ്രൽ B.ds ഈക്വൽ ടു എന്താണ്, 0. അതും ഗോസ് ലോ ആണ്, പക്ഷെ ഗോസ് ലോ ഇൻ മാഗ്നറ്റിക്സ് ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റിസം പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് ഈ 4 അതിൽ 2 നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ മൂന്നാമത്തെ നോക്കൂ, ക്ലോസ്ഡ് ഇന്റഗ്രൽ E.dl ഈക്വൽ ടു എന്താണ്, മൈനസ് ഓഫ് d∅b/dt. ഫാരഡേസ് ലോ ആണ് അല്ലേ, എന്താണ്, ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു മൈനസ് d∅/dt. അതും മാക്സ്വെല്ലിന്റെ മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് പറയുന്നു. അപ്പം ആ ഇൻഡ്യൂസ്ഡ് EMFന് പകരം നമ്മൾ എന്ത് എടുത്തുള്ളൂ, ക്ലോസ്ഡ് ഇന്റഗ്രൽ E.dl ഈക്വൽ ടു മൈനസ് ഓഫ് d∅/dt. അവിടെ ഫൈ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിലെ ചേഞ്ച് ആണ്, അതുകൊണ്ടാണ് സഫിക്സ് ആയിട്ട് ബി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഫാരഡേസ് ലോ ആണ്, അതിൽ നിന്ന് കിട്ടിയ ഇക്വേഷന്റെ മോഡിഫൈഡ് ഫോം ആണ്. ദെൻ നാലാമത്താണ് നമ്മളിപ്പം പറഞ്ഞ കറക്റ്റ് ചെയ്ത ആംപിയർ സർക്യൂട്ട് ലോയുടെ കറക്റ്റഡ് ഫോം. എന്താണ്, ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl ഈക്വൽ ടു μ0 ഇൻറ്റു IC പ്ലസ് ε0 d∅e/dt. ആൻഡ് ദാറ്റ്സ് വാട്ട്സ് കോൾഡ് ആംപിയർ മാക്സ്വെൽ ലോ അല്ലേ. മാക്സ്വെൽ ആംപിയർ ലോയിൽ മോഡിഫിക്കേഷൻ വരുത്തിയതിന് ശേഷമുള്ള ആ ലോ ആണ്. ഈ 4 ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിസത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 4 അതിന് നമ്മൾ എന്ത് വിളിച്ചു, മാക്സ്വെൽസ് ഇക്വേഷൻസ്. അപ്പോൾ ചിലപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻ എഴുതാൻ വരാം. അങ്ങനെയാണെങ്കിൽ ഈ 4 ഇക്വേഷനാണ് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ 4 ഇക്വേഷൻ നന്നായിട്ട് കാണാതെ പഠിച്ചു വെക്കുക. പ്രധാനമായിട്ടും ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 3-4 ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഒന്ന്, വാട്ട് ഇസ് മീൻ ബൈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. നമ്മൾ പറഞ്ഞു, എ വേവ് ഡസ് നോട്ട് റിക്വയർ എ മെറ്റീരിയൽ മീഡിയം ഓർ എ വേവ് പ്രൊപ്പഗേറ്റ്സ് ആസ് ദ വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു വെക്കുക. രണ്ടാമതൊന്ന്, മാക്സ്വെൽ നടത്തിയ മോഡിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കാം. എന്തിന്, ആംപിയർ സർക്യൂട്ട് ലോയിൽ. അപ്പോൾ നമ്മൾ ആ മോഡിഫൈഡ് ഫോം എഴുതാം, അല്ലെങ്കിൽ അവിടെ നമുക്ക് ഇത്രയും സ്റ്റെപ്പ് വെച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് പറയാം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, ദ കറണ്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഓർ ഇക്വേഷൻ എഴുതാം, ID ഈക്വൽ ടു ε0 ഇൻറ്റു d∅e/dt. ക്ലിയർ? ദെൻ നമ്മൾ അങ്ങനെയാണെങ്കിൽ മോഡിഫൈഡ് ഫോം ഓഫ് ആംപിയേഴ്സ് ലോ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അത് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് എഴുതാം. കൂടെ നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻ ചോദിച്ചാൽ അതിലും നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ 4 മാക്സ്വെൽസ് ഇക്വേഷനും കൂടെ പഠിച്ചു വെക്കുക. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്ന കാര്യങ്ങളിൽ വരാവുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു, 2 കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഫീച്ചേഴ്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന്. അവിടെ അതൊരു പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വാരിയേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചേക്കാം. നമ്മുടെ XYZ എന്നുള്ള 3 ആക്സുകൾ കാണിച്ചിട്ടുണ്ട്, എക്സ്, വൈ ആൻഡ് സെഡ്. ഇവിടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് Z ആക്സിസിലാണ്. ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യുന്നത് X ആക്സിസിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് വാരി ചെയ്യുന്നത് Y ആക്സിസിലാണ്. ഇത്തരത്തിലൊരു പിക്ചർ നമ്മൾ വരയ്ക്കാൻ പഠിക്കണം. പലപ്പോഴും ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ
റെപ്രസെൻറ്റേഷൻ വരയ്ക്കാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പിക്ചറാണ് കാണിക്കേണ്ടത്. എക്സ് ആക്സിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ, വൈ ആക്സിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേരിയേഷൻ. നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അവിടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വാരി ചെയ്യുന്നുണ്ട്. അവ തമ്മിൽ പരസ്പരം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. മാത്രമല്ല ആ രണ്ട് ഫീൽഡുകളും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ. എന്താണ്? ദ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ മ്യൂച്വലി perpendicular and they also perpendicular to the direction of propagation of the wave. അതാണ് പ്രധാനപ്പെട്ട ഫീച്ചർ എഴുതുകയോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനൊരു പിക്ചർ വഴി അത് കാണിക്കുകയോ ചെയ്യാം. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ പിക്ചർ വരയ്ക്കാൻ പഠിച്ചു വെക്കുക. ദെൻ അവിടെ രണ്ട് ഫീൽഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. നമ്മൾ എക്സ് ആക്സിലാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാരിയേഷൻ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാരിയേഷനെ കാണിക്കുന്ന ഇക്വേഷൻ എന്തായിരിക്കും? EX = E0 sin kx - ωt. നമ്മൾ വേവിൻ്റെ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ വേവ്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേവിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അതാണ് ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് E0? ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാക്സിമം വാല്യൂ അല്ലേ, ആംപ്ലിറ്റ്യൂഡ് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ദെൻ സൈൻ kx - ωt. നമുക്കറിയാം k എന്ന് പറഞ്ഞാൽ ആ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്, ഒമേഗ എന്ന് പറഞ്ഞാൽ ആ വേവിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എക്സ് ആക്സിലുള്ള ഇലക്ട്രിക് ഫീൽഡിനെയും അതുപോലെ വൈ ആക്സിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെയും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ BY = എന്ത് എഴുതാം? B0 sin kx - ωt അല്ലേ. രണ്ടിൻ്റെയും ഫീച്ചർ ഒരുമിച്ചായിരിക്കും, രണ്ട് ആക്സിലാണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഒരുപോലെ തന്നെയാണ് എക്സ് ആക്സിലെയും വൈ ആക്സിലെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് എഴുതുക എന്ന് പഠിച്ചു വെക്കുക. ദെൻ k നമുക്കറിയാം പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. കെയുടെ വാല്യൂ നമ്മൾ പഠിച്ചതാണ്. k = എന്താണ്? 2π/λ. ലാംഡ എന്താണ്? വേവിൻ്റെ വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് എന്ന് നമുക്കറിയാം രണ്ട് അഡ്ജസൻ ക്രസ്റ്റുകൾക്ക് അല്ലെങ്കിൽ രണ്ട് അഡ്ജസൻ ട്രഫുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വേവ് ലെങ്ത് എന്ന് വിളിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് വേവ്സ് പെർ സെക്കൻഡ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെ വേവുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് ഒക്കെ അറിയാം. വേവിൻ്റെ വെലോസിറ്റി V = നമ്മൾ പഠിച്ചു എന്ത്? ന്യൂ ലാംഡ അല്ലേ. V is the velocity of light, nu is the frequency, that means number of waves per second, lambda is the wavelength. ഒക്കെ നമ്മൾ നേരത്തെ വേവുമായി റിലേറ്റ് ചെയ്ത് പഠിച്ച കാര്യങ്ങളാണ്. അതൊക്കെ ഇവിടെയും നമുക്ക് ചോദിക്കാമെന്ന് അർത്ഥം. ദെൻ ഈ വേവിൻ്റെ സ്പീഡിനെ നമ്മൾ പഠിച്ച മറ്റൊരു ഇക്വേഷൻ ആയിരുന്നു V = ω/k അല്ലെ. ആംഗുലാർ ഫ്രീക്വൻസിയും വേവ് നമ്പറും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ വേവിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ തന്നിട്ട് ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ നമുക്ക് ടൈമിൻ്റെ കൂടെ വരുന്ന ഫംഗ്ഷൻ ഒമേഗ ആയിട്ടും ഈ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ്റെ കൂടെ വരുന്നത് നമുക്ക് വേവ് നമ്പർ ആയിട്ട് എടുത്ത് അത് നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വേവിൻ്റെ വെലോസിറ്റി എത്രയെന്ന് പറയാം. നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെ വെലോസിറ്റി എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് അല്ലേ. വാക്വത്തിലെ വെലോസിറ്റിയാണ് നമുക്കറിയാം. കാരണം ലൈറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്ന് അറിയാം. ലൈറ്റുമായി ബന്ധപ്പെട്ട് നമ്മളത് പഠിച്ചതാണ്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഓക്കെ, അപ്പം ആ വെലോസിറ്റി കാണുന്ന ഇക്വേഷൻ ആണ് ഇത്. മറ്റൊരു മീഡിയത്തിലാണെങ്കിൽ ചിലപ്പോൾ ഒമേഗയോ കെ ഒക്കെ ചേഞ്ച് വരുന്നതനുസരിച്ച് നമുക്ക് വെലോസിറ്റിയിലെ ചേഞ്ച് ഈ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ B0യും E0യും വന്നിട്ടുണ്ട്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡും. അവ തമ്മിലുള്ള റിലേഷനും കൂടി പഠിച്ചു വെക്കുക. എന്താണ്? B0 = എന്താണ്? E0/c. അപ്പോൾ C ആണ് ആ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? E0 എന്ത് എഴുതാം? B0. അപ്പം അങ്ങനെ നമുക്ക് കാണാം E0/B0 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അറിയാമെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ മറ്റൊരു ആൻസർ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാവുന്നത് റേഡിയേഷൻ പ്രഷറാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടാക്കുന്ന പ്രഷറിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്? റേഡിയേഷൻ പ്രഷർ. അത്രയേ ഉള്ളൂ. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇസ് നോൺ ആസ് റേഡിയേഷൻ പ്രഷർ. അപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് വേവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാവുന്ന അതിൻ്റെ ഫീച്ചർ, അതിൻ്റെ പിക്ചർ, അതുമായി റിലേറ്റ് ചെയ്യുന്ന ചില ഇക്വേഷൻസ്, അതുമായി റിലേറ്റ് ചെയ്യുന്ന ചില മെഷർമെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കുക. കാരണം ആൾറെഡി ഇതൊരു വളരെ ചെറിയ ചാപ്റ്ററാണ്. അതിൽ തന്നെ നമ്മൾ 1-2 ടോപ്പിക്ക് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ അവസാനത്തെ ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്.
എന്തൊക്കെയാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ പ്രോപ്പർട്ടി എന്ന് ചോദിച്ചേക്കാം. അപ്പോൾ നമ്മളൊരു 7 പ്രോപ്പർട്ടി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു 4 പ്രോപ്പർട്ടി എങ്കിലും നമുക്ക് എഴുതാൻ പറ്റണം. കാരണം 2 മാർക്കിന് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ 4 പ്രോപ്പർട്ടി നമ്മൾ എഴുതാൻ ശ്രമിക്കുക. നോക്കൂ, ഒന്നാമത്തെ എന്താണ്? സെൽഫ് സസ്റ്റെയിനിങ് ഓസിലേഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാരിയേഷൻ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാരിയേഷൻ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുവഴി എന്ത് മനസ്സിലാക്കാം? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒന്ന് മറ്റൊന്നിൻ്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്ത് സെൽഫ് സസ്റ്റെയിനിങ് ഓസിലേഷൻ ആണ്. സ്വയം അതെന്ത് ചെയ്യുന്നുണ്ട്? ഓസിലേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഒരു ഫീൽഡ് മറ്റൊരു ഫീൽഡിൻ്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് അത് തന്നെയാണ് പറയുന്നത്, സെൽഫ് സസ്റ്റെയിനിങ് ഓസിലേഷൻ ഓഫ് ഇലക്ട്രോ ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് ഒന്നാമത്തെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞത്. രണ്ടാമത്തെ ഒന്ന് ട്രാൻസ്വേഴ്സ് നേച്ചറാണ് എന്തിനുള്ളത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ. നമുക്കറിയാം വേവുകൾ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചിരുന്നു. ഇതാണ് ഒന്ന് ട്രാൻസ്വേഴ്സ് വേവും മറ്റൊന്ന് ലോഞ്ചിറ്റ്യൂഡൽ വേവും. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്? വേവ് എങ്ങോട്ടാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം വേവുകളെ നമ്മൾ വിളിച്ച പേരാണെന്ത്? ട്രാൻസ്വേഴ്സ് വേവ്. ഇവിടെ പാർട്ടിക്കിൾസ് ഇല്ല, പകരം ഫീൽഡുകളാണ്. നോക്കൂ, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ എന്താണെന്ന് പറയാം? ട്രാൻസ്വേഴ്സ് വേവുകളാണെന്ന് പറയാൻ സാധിക്കും. ദെൻ മൂന്നാമത്തത് നോ മെറ്റീരിയൽ മീഡിയം ഈസ് റിക്വയർഡ് അല്ലെങ്കിൽ നോ മെറ്റീരിയൽ മീഡിയം ഈസ് നീഡഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്തിൻ്റെ ആവശ്യമില്ല? മെറ്റീരിയൽ മീഡിയത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. ഓക്കെ. മറ്റൊരു പ്രോപ്പർട്ടി നോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിലോ മാഗ്നറ്റിക് ഫീൽഡിലോ ഇത്തരം ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ എന്ത് ചെയ്യുന്നില്ല? ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ. ദെൻ മറ്റൊന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനാണ് V = 1/√μ × എപ്സിലോൺ. ഇത് നമ്മൾ തൊട്ട് മുമ്പ് ഉള്ള ചാപ്റ്ററിലൊക്കെ നമ്മൾ AC പഠിച്ച സമയത്തോ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ച സമയത്തൊക്കെ പറഞ്ഞൊരു ഇക്വേഷനാണ് V = 1/√μ × എപ്സിലോൺ. V എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ മീഡിയത്തിലൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പോവുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയാണ് V. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നു മനസ്സിലാക്കുക. അപ്പോൾ ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയും പെർമിയബിലിറ്റിയും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മീഡിയത്തിലൂടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് എത്ര സ്പീഡിൽ പോകാൻ സാധിക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ ഇക്വേഷനാണ് V = 1/√μ × എപ്സിലോൺ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ ആറാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ പോളറൈസ്ഡ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ട്രാൻസ്വേഴ്സ് വേവുകളാണെങ്കിൽ അതെന്തിന് വിധേയമാവും? പോളറൈസേഷന് വിധേയമാവും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ പോളറൈസ്ഡ്. ഓക്കെ. ആൻഡ് 7th വൺ നമുക്കറിയാം എല്ലാ വേവുകളെയും പോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്കും എനർജിയും മൊമെൻറ്റവും ഉണ്ട്. ആ എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം P ആണ് മൊമെൻറ്റം, എനർജി നമ്മൾ U എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ P = എന്താണ്? U/c. ക്ലിയർ? P is the momentum, U is the energy of the wave and C is the velocity of the wave. അപ്പോൾ തമ്മിലൊരു റിലേഷൻ ഉണ്ടെന്നും ആ വേവിനും മൊമെൻറ്റവും എനർജി ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം പ്രോപ്പർട്ടീസ് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും അതുമായി ബന്ധപ്പെട്ട് വന്ന ഇക്വേഷൻസും മാക്സ്വെല്ലിൻ്റെ ആംബിയർ സർക്യൂട്ടിൽ വരുത്തിയ ചേഞ്ചസ് എന്തൊക്കെയാണ്, അതുവഴി മാക്സ്വെൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത 4 ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിരുന്നു. അപ്പോൾ നമ്മൾ 7 പ്രോപ്പർട്ടീസ് പഠിച്ചു. കൂടെ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ആ വേവിനെ എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം, ഇക്വേഷൻ വഴി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓരോ പോയിന്റും വിടാതെ പഠിച്ചു വെക്കുക. കാരണം കുറച്ച് ഭാഗം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ ഒന്നും വിടാതെ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പം ഡെറിവേഷനോ ഒന്നും വന്നിട്ടില്ല, കുറേ ഷോർട്ട് ആൻസേഴ്സ് മാത്രമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒരു 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് എഴുതാൻ വരിക എന്നുള്ളത്. അതും വളരെ റെയർ ആയിട്ടാണ് 3 മാർക്കിനൊക്കെ ചോദിക്കുകയുള്ളൂ. 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണെങ്കിൽ 4 പ്രോപ്പർട്ടിയൊക്കെ നമ്മൾ എഴുതാൻ പഠിക്കുക. ദെൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ചാപ്റ്റർ എടുക്കാം. ഓക്കെ, താങ്ക് യു.